FIR ഇടണോ, കമ്പനിയുടെ പോക്ക് എങ്ങോട്ടാണ്, കേസ് ജയിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ തെണ്ടികളോട് നമുക്ക് യാതൊരുവിധ അനുകമ്പയും ഇല്ല. അവരുടെ പൈസ പോകണം എന്ന് തന്നെയാണ് ഉള്ളത്. ലീഡർ തരട്ടെ അല്ലെങ്കിൽ ശ്രീന തരട്ടെ, മറ്റ് കമ്പനി തിരിച്ചു വന്നിട്ട് പൂളിംഗം വലത്തി കൊടുക്കട്ടെ 3 ഇരട്ടി എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. കമ്പനി തിരിച്ചു വന്നിട്ട് കൊടുക്കുന്ന കാണട്ടെ. അപ്പോൾ കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. പിന്നെ നമ്മൾ ഇന്നത്തെ സൂം മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളി ചേച്ചി വളരെ നല്ലൊരു അവതരണമാണ്. പിന്നെ മോളി ചേച്ചിയുടെ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള അവതരണം കാണുമ്പോൾ നമ്മുടെ മറ്റേ തംസപ്പ് താത്തയെ ഓർമ്മ വരും. എന്തായാലും തംസപ്പ് താത്തയുടെ അതേ ലെവലിലുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു മോളി ചേച്ചിയുടേത്. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. എന്തായാലും ഈ തട്ടിപ്പ് കമ്പനിക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും 1.5 വർഷം കഴിഞ്ഞിട്ട് ED കുറ്റപത്രം കൊടുത്തതിന് ശേഷവും 8 മാസമായിട്ട് പ്രതാപൻ ജയിലിൽ കിടക്കുന്നത് എന്തിനാണ്? ആരെയും കുത്തിക്കൊന്നിട്ടല്ല, വെറും മണി ചേഞ്ച് ചെയ്തിട്ട് രാജ്യദ്രോഹ കുറ്റം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ആരും തന്നെ പണിയെടുക്കുന്നില്ല, ഒരു പണിയും എടുക്കുന്നില്ല. പക്ഷെങ്കിൽ വലിയ വീട് കെട്ടുന്നു, 2-3 കാർ എടുക്കുന്നു, അല്ലേ? ഒരു സാധനവും വിൽക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഇവരൊക്കെ സാധിക്കുന്നത്? അപ്പോൾ ഇതിനെയാണ് പറയുക മണി ചെയിൻ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ മോളി ചേച്ചിക്ക് അറിയാത്ത ഒരു കാര്യമാണ്. മോളി ചേച്ചിയോടും ഒരു കാര്യം ചോദിക്കുന്നു. മോളി ചേച്ചി എങ്ങനെയാണ് ഈ കമ്പനി പൈസ തന്നിരിക്കുന്നത്? എന്ത് ബിസിനസ് ചെയ്തിട്ടാണ്? സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനം എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് ഞായറാഴ്ച